പ്രിയപ്പെട്ടവരെ, നമ്മുടെ വർത്തമാനകാലത്തെ പെരുമാറ്റങ്ങളും ബന്ധങ്ങളും തീരുമാനങ്ങളും പലപ്പോഴും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലെ മുറിവേറ്റ ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് ലഭിക്കാതെ പോയ സ്നേഹവും സുരക്ഷിതത്വവും ഇന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങൾ പലതുണ്ട്. കുട്ടിക്കാലത്ത് നാം അനുഭവിച്ച വഞ്ചനകളോ അവഗണനകളോ വെറും ഓർമ്മകളല്ല, അവ നമ്മുടെ ഊർശരീരത്തിൽ കടുത്ത തടസ്സങ്ങളായി നിലനിൽക്കുന്നു. ഈ തടസ്സങ്ങൾ മാറാതെ ഇരുന്നാൽ ജീവിതത്തിൽ എത്ര വലിയ വിജയം നേടിയാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യതയോ അകാരണമായ സങ്കടമോ അനുഭവപ്പെടാം. ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ ഈ എനർജറ്റിക് നോട്ടുകൾ അഴിച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവപ്പെടൂ. പലപ്പോഴും നമ്മൾ ഒരേ തരത്തിലുള്ള വഞ്ചനകൾ വീണ്ടും വീണ്ടും അനുഭവിക്കാറുണ്ട്. ഒരേ സ്വഭാവമുള്ള വ്യക്തികളെ തന്നെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നമ്മുടെ ഉള്ളിലെ മുറിവേറ്റ കുട്ടി ഇപ്പോഴും പഴയ ആ വേദനയ്ക്ക് ഒരു പരിഹാരം തേടുകയാണ്. ആ പഴയ സാഹചര്യം വീണ്ടും സൃഷ്ടിച്ച് അതിനെ മറികടക്കാൻ മനസ്സ് ശ്രമിക്കുന്നതാണ് ഇത്. ഹീലിംഗ് നടക്കുമ്പോൾ മാത്രമേ ഈ വിഷലിപ്തമായ ചക്രം മുറിച്ചുമാറ്റി ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കൂ. കഴിഞ്ഞ കാലത്തെ വഞ്ചനകൾ നമ്മുടെ ഹൃദയത്തിനു ചുറ്റും ഒരു പ്രതിരോധ മതിൽ തീർക്കുന്നു. ഇത് സ്നേഹം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും തടസ്സമാകുന്നു. റേക്കി പ്രകാശത്തിലൂടെ ഈ തടസ്സങ്ങൾ മാറ്റുമ്പോൾ ഹൃദയചക്രം വീണ്ടും സജീവമാകുന്നു. ഇത് നിങ്ങളിൽ മറ്റുള്ളവരോടുള്ള വിശ്വാസവും സഹാനുഭൂതിയും വീണ്ടും ഉണർത്തുന്നു. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കുട്ടിക്കാലത്തെ മുറിവുകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഉള്ളിലെ കുട്ടിയെ നിങ്ങൾ തന്നെ ചേർത്തുപിടിക്കുമ്പോൾ പുറത്തുനിന്നുള്ള അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നു. മനസ്സ് പേറുന്ന ഭാരം പലപ്പോഴും ശാരീരിക രോഗങ്ങളായി പുറത്തുവരാം. വിട്ടുമാറാത്ത തോളുവേദന, ദഹനപ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവ ഇതിന്റെ ലക്ഷണമാകാം. മാനസികമായ ഈ ബ്ലോക്കുകൾ നീങ്ങുന്നതോടെ ശരീരം സ്വാഭാവികമായും സുഖപ്പെടാൻ തുടങ്ങുന്നു. കോശങ്ങളിലെ നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യപ്പെടുന്നത് വഴി ആത്മീയമായ ഉന്മേഷം ലഭിക്കുന്നു. പഴയ വേദനകളെ വെറും സങ്കടമായി കാണാതെ അവയെ പരിവർത്തനം ചെയ്ത് ആത്മീയ കരുത്താക്കി മാറ്റാൻ ഈ ഹീലിംഗ് സഹായിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ പക്വതയും തിരിച്ചറിവും ഇതിലൂടെ കൈവരുന്നു. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നത് വെറുമൊരു ധ്യാനമല്ല. അത് നിങ്ങളുടെ ഭൂതകാലത്തെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കാനും വർത്തമാനകാലത്ത് പൂർണ്ണമായ സന്തോഷത്തോടെ ജീവിക്കാനും ഭാവിയിൽ മികച്ച ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും അത്യന്താപേക്ഷിതമായ ഒരു ആത്മീയ ശസ്ത്രക്രിയയാണ്. ധ്യാനത്തിന് മുൻപായി മുറിയിൽ ലാവെൻഡർ പോലുള്ള എസൻഷ്യൽ ഓയിലുകളോ കുന്തിരിക്കമോ ഉപയോഗിച്ച് അന്തരീക്ഷം ശുദ്ധീകരിക്കുക. ചെറിയ ചുവന്ന പ്രകാശമോ പച്ചപ്രകാശമോ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. നിലത്തിരുന്ന് ചെയ്യുന്നതാണ് ഉത്തമം. വെറുതെ ശ്വസിക്കുന്നതിനു പകരം ശ്വാസത്തെ ഒരു ശുദ്ധീകരണ ഉപകരണം ആയി കാണുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അത് നിങ്ങളുടെ നട്ടെല്ലിന്റെ താഴെ അറ്റം വരെ എത്തുന്നത് സങ്കൽപ്പിക്കുക. കൈകൾ തുടയിൽ മലർത്തി വെക്കുക. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ശ്രദ്ധ പാദങ്ങളിലേക്ക് കൊണ്ടുപോകുക. പാദങ്ങൾ തറയിൽ അമർന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഭൂമിയിൽ നിന്ന് ഒരു തണുത്ത ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ തോളുകൾ അയച്ചുവിടുക. താടിയെല്ല് മുറുക്കി പിടിക്കാതെ ലൂസാക്കുക. നെറ്റിയിലെ ചുളിവുകൾ മാറ്റുക.
നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സുരക്ഷിതനാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 കണ്ണുകൾ അടച്ച് ഒരു പ്രകാശ തുരങ്കത്തിലൂടെ നിങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് സങ്കൽപ്പിക്കുക. ഏറ്റവും കൂടുതൽ വഞ്ചനയോ വേദനയോ അനുഭവിച്ച ആ പഴയ കാലഘട്ടത്തിലേക്ക് മനസ്സിനെ എത്തിക്കുക. അവിടെ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിശബ്ദമായി ഇരിക്കുന്ന ആ കൊച്ചു നിങ്ങളെ കാണുക. ആ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ കുട്ടിയുടെ കണ്ണിലെ ഭയം എന്നിവ വ്യക്തമായി കാണാൻ ശ്രമിക്കുക. കുട്ടിയുടെ അടുത്ത് ചെന്ന് തോളിൽ കൈവയ്ക്കുക. ഞാൻ നിന്റെ ഭാവിയിൽ നിന്ന് വന്നതാണ്. നീ ഇത് അതിജീവിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ നിന്നെ സംരക്ഷിക്കാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ ഹസ്തങ്ങൾ പ്രപഞ്ച ഊർജ്ജത്തിന്റെ ചാനലുകളാണ്. ആ കുട്ടിയുടെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള റേക്കി പ്രകാശം കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. നിങ്ങൾ റേക്കി പരിശീലകനാണെങ്കിൽ ഈ സമയത്ത് സെയ്ഹേയ്ക്ക് വൈകാരിക സൗഖ്യം ചിഹ്നം കുട്ടിയുടെ ഹൃദയത്തിലും നെറ്റിയിലും വിഷ്വലൈസ് ചെയ്യുക. ആ കുട്ടിയുടെ ഉള്ളിലെ കറുത്ത പുക പതുക്കെ സ്വർണ്ണപ്രകാശമായി മാറുന്നത് കാണുക. ഇത് നിങ്ങളുടെ DNA തലത്തിലുള്ള മാറ്റമാണ്. വഞ്ചനകൾ മൂലം ഹൃദയത്തിനു ചുറ്റും നിങ്ങൾ അറിയാതെ നിർമ്മിച്ച മതിലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് തകർക്കാനുള്ള ഘട്ടമാണ് ഇനിയുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു താമരപ്പൂവ് വിരിയുന്നത് സങ്കൽപ്പിക്കുക.
കഴിഞ്ഞ കാലത്ത് നിങ്ങളെ വഞ്ചിച്ച വ്യക്തികളുടെ മുഖം ഓർക്കുക. അവരോടുള്ള ദേഷ്യം ഒരു കല്ല് പോലെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ റേക്കി പ്രകാശം ഉപയോഗിച്ച് ആ കല്ലിനെ പൊടിച്ചു കളയുക. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ എന്റെ മൂല്യത്തെ നിശ്ചയിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കാനും വിശ്വസിക്കപ്പെടാനും യോഗ്യനാണ് എന്ന് പറയുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള സഹസ്രാര ചക്രത്തിലൂടെ വെളുത്ത പ്രകാശം ഒഴുകിവരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിലൂടെ കൈകളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ കൈകൾ ആ കുട്ടിയുടെ ഹൃദയത്തിന് നേരെ വെക്കുക. ആ വെളിച്ചം കുട്ടിയുടെ ഉള്ളിലെ ഇരുണ്ട മുറിവുകളെ കഴുകിക്കളയുന്നത് കാണുക. നീ അനുഭവിച്ച വേദനകൾക്ക് നീ ഉത്തരവാദിയല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ വാക്കുകൾ മനസ്സിനുള്ളിൽ ആവർത്തിക്കുക. നീ അനുഭവിച്ച വേദനകൾക്ക് നീ ഉത്തരവാദിയല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ വാക്കുകൾ മനസ്സിനുള്ളിൽ ആവർത്തിക്കുക. നീ അനുഭവിച്ച വേദനകൾക്ക് നീ ഉത്തരവാദിയല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ വാക്കുകൾ മനസ്സിനുള്ളിൽ ആവർത്തിക്കുക. വഞ്ചിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയചക്രം അടഞ്ഞുപോകുന്നു. ഇത് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നു. നിങ്ങളുടെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് പച്ച നിറത്തിലുള്ള ഒരു പ്രകാശഗോളം വിരിയുന്നത് സങ്കൽപ്പിക്കുക. ആ വെളിച്ചം വികസിച്ച് നിങ്ങളുടെ ശരീരം മുഴുവൻ മൂടട്ടെ. വഞ്ചനകൾ നൽകിയ കയ്പ് മാറി പകരം ക്ഷമയും സമാധാനവും അവിടെ നിറയുന്നു. എന്റെ ഹൃദയം ഇപ്പോൾ സുരക്ഷിതമാണ്. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ് എന്ന് പറയുക. ഇപ്പോൾ നിങ്ങളുടെയും ആ കുട്ടിയുടെയും ഹൃദയങ്ങൾ ഒന്നായി മാറുന്നു. അവിടെ തിളക്കമുള്ള പച്ച നിറത്തിലുള്ള പ്രകാശം വിരിയുന്നു.
ജനകൾ നിങ്ങളുടെ ഹൃദയത്തിനു ചുറ്റും തീർത്ത മതിൽ പൊളിഞ്ഞു വീഴുന്നത് കാണുക. എനിക്ക് എന്നെ വിശ്വസിക്കാം, എനിക്ക് ലോകത്തെ ഭയമില്ലാതെ നേരിടാം എന്ന് ഉറപ്പിച്ചു പറയുക. ആ പഴയ വേദനകൾ ഇപ്പോൾ വെറും ഓർമ്മകളല്ല, മറിച്ച് നിങ്ങളെ കരുത്തനാക്കിയ അനുഭവങ്ങളായി മാറിക്കഴിഞ്ഞു. ആ ചെറിയ കുട്ടിയെ കെട്ടിപ്പിടിക്കുക. ആ കുട്ടി പതുക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ലയിച്ചു ചേരുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണനാണ്. ഇപ്പോൾ മുറിവേറ്റ ആ കുട്ടി നിങ്ങളിൽ നിന്ന് അകലെയല്ല, ആ കുട്ടിയെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക. ആ കുട്ടിയുടെ നിഷ്കളങ്കതയും ഭയമില്ലായ്മയും നിങ്ങളുടെ മുതിർന്ന രൂപത്തിന്റെ കരുത്തുമായി ഒന്നുചേരുന്നത് സങ്കൽപ്പിക്കുക. ആ ചെറിയ രൂപം പതുക്കെ ഒരു പ്രകാശഗോളമായി മാറി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ലയിച്ചു ചേരുന്നു. ഉറപ്പിച്ചു പറയുക, നമ്മൾ ഇപ്പോൾ ഒന്നാണ്. നീ സുരക്ഷിതനാണ്. നിന്റെ വേദനകൾ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുന്നു. നിങ്ങളുടെ വലതു കൈ ഹൃദയത്തിന് മുകളിൽ വെക്കുക. ഹൃദയത്തിൽ വിരിഞ്ഞ ആ പച്ചപ്രകാശം ഇപ്പോൾ ഒരു സ്വർണ്ണ കവചമായി മാറി നിങ്ങളെ പൊതിയുന്നത് സങ്കൽപ്പിക്കുക. കഴിഞ്ഞ കാലത്തെ വഞ്ചനകൾക്കും വൈകാരിക മുറിവുകൾക്കും ഇനി ഈ കവചം ഭേദിച്ച് നിങ്ങളെ തൊടാൻ കഴിയില്ല. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ശുദ്ധവും കരുത്തുറ്റതുമാണ്. ഈ നിമിഷം നിങ്ങൾക്ക് ലഭിച്ച സൗഖ്യത്തിന് പ്രപഞ്ചത്തോടും നിങ്ങളുടെ ആത്മാവിനോടും നിങ്ങളെ നയിച്ച റേക്കി ഊർജ്ജത്തോടും നന്ദി പറയുക. എല്ലാം ശരിയായിരിക്കുന്നു. ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണനാണ് എന്ന് സ്വയം പറയുക. പതുക്കെ നിങ്ങളുടെ ബോധം ഈ മുറിയിലേക്ക് തിരികെ കൊണ്ടുവരിക.
വിരലുകൾ പതുക്കെ ചലിപ്പിക്കുക. പാദങ്ങൾ തറയിൽ അമരുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അമിതമായ ഊർജ്ജം ഭൂമിയിലേക്ക് പ്രവഹിച്ച് നിങ്ങൾ പൂർണ്ണമായും ശാന്തനാകുന്നത് സങ്കൽപ്പിക്കുക. പതുക്കെ കൈപ്പത്തികൾ തമ്മിൽ ഉരസി ആ ചൂട് കണ്ണുകളിൽ വെക്കുക. മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ പതുക്കെ കണ്ണുകൾ തുറക്കുക. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ ധ്യാനത്തിലൂടെ പുറന്തള്ളപ്പെട്ട വൈകാരിക മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അടുത്ത 10 തൊട്ട് 15 മിനിറ്റ് ഫോണോ മറ്റു ബഹളങ്ങളോ ഇല്ലാതെ ശാന്തമായി ഇരിക്കുക. ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ പുനഃക്രമീകരിച്ചിരിക്കുന്നു. പഴയ വഞ്ചനകൾ ഇപ്പോൾ വെറും പാഠങ്ങൾ മാത്രമാണ്. അവയ്ക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോവുക. താങ്ക് യു ഗോഡ്, താങ്ക് യു ഓൾ.